കെ.സി. വേണുഗോപാലിലേക്ക് മുഖ്യമന്ത്രി കസേര അടുപ്പിക്കാൻ കൂടുതൽ പാർട്ടിത്തല ഓപ്പറേഷനുകൾ നടക്കുകയാണ്. യുവ തുർക്കികളിൽ പലരും കെ.സി. വേണുഗോപാലിന്റെ ക്യാമ്പിലാണെന്നാണ് വിവരങ്ങൾ. കോൺഗ്രസിൽ നടക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്യു കുഴൽനാടന്റെ പ്രസ്താവന ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വി.ഡി. സതീശനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാൻ എം.എൽ.എ. ആകണമെന്നില്ല എന്നും എം.എൽ.എ. അല്ലാത്ത ആൾക്കും മുഖ്യമന്ത്രിയാകാം എന്നുമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഷാഫി പറമ്പിൽ മുമ്പേ തന്നെ വി.ഡി. സതീശനുമായുള്ള ചില അകൽച്ചകളുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണ് അത് സംഭവിച്ചത്. കോൺഗ്രസിലെ യുവ തുർക്കികൾക്ക് ഇപ്പോൾ ഏറെ ഹൃദ്യം കെ.സി. വേണുഗോപാലാണ്. വി.ഡി. സതീശനിൽ നിന്നും കെ.സി. വേണുഗോപാലേക്ക് ചില വ്യത്യാസങ്ങളും ചില പ്രത്യേകതകളും ഒക്കെയുണ്ട്. വി.ഡി. കടുംപിടുത്തക്കാരനാണ്. അധികാരത്തിലെത്തിയാൽ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിക്കാൻ വി.ഡി. സതീശൻ അനുവദിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് എറിഞ്ഞതുപോലെ ഇത്തരക്കാരെ എടുത്തെറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കെ.സി. വേണുഗോപാൽ അങ്ങനെയല്ല. ലൂസ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. കൈ അയച്ച് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. ഇത്രമാത്രം കാത്തിരുന്ന് അധികാരം കിട്ടുമ്പോൾ ആദർശവും ആശയവും ഒന്നും യുവനിരക്ക് ഒട്ടും പിടിക്കുന്നില്ല. നിയന്ത്രണവും കർശന നിലപാടും ഒക്കെ ആണെങ്കിൽ എന്ത് നേട്ടമെന്നും ചോദിക്കുന്നവരുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസിലെ ഏറെ പേർ ലൂസ് രാഷ്ട്രീയത്തിന്റെ വക്താവായ കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. അധികാരം കിട്ടിയിട്ട് ഇത്തിരി കയ്യിലിരിപ്പ് അഴിമതിയും 10 കായും ഒക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമെന്ന് പരസ്യമായി തന്നെ നിലപാടെടുക്കുന്നവരുണ്ട്. വി.ഡി. സതീശനാണെങ്കിൽ ആദർശത്തിലും അഴിമതിരഹിത ഭരണത്തിലും കടുകിട വ്യതിചലിക്കില്ല. കെ.സി. ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാം.